ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ അമ്പലപ്പുഴ അമ്പലത്തിലെത്തി. നേരെ അമ്പലക്കുളത്തിൽ ഇറങ്ങി മേത്തൊക്കെ വെള്ളമൊക്കെ തളിച്ചിട്ട് കൈയും കാലും ഒക്കെ കഴുകിയിട്ട് നേരെ നമ്മൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറി. അവിടെ ആദ്യം എനിക്ക് തോന്നുന്നത് ആകെ 1-2 പ്രാവശ്യമാണ് അമ്പലപ്പുഴ അമ്പലത്തിൽ വന്നിട്ടുള്ളൂ. അതിനുശേഷം ഇപ്പോഴാണ് വരുന്നത്. ഇത് പെട്ടെന്ന് ചെയ്തൊരു പ്ലാനായിട്ട് നമുക്ക് വേഗം പോയി തൊഴാമെന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാണ് അമ്പലപ്പുഴയിലെ കിണർ. ഈ കിണറ്റിൽ നിന്നാണ് ഇവിടെ പാൽപ്പായസം ഉണ്ടാക്കുന്നത്. അമ്പലപ്പുഴയിലെ പാൽപ്പായസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയുക, കെങ്കേമം തന്നെ, അങ്ങനെ പറയുകയാണെങ്കിൽ തന്നെ. ഈ കിണറ്റിലെ വെള്ളത്തിന് അത്ര സ്വാദാണെന്നാണ് പറയുന്നത്. നമുക്ക് കിണർ കാണാനൊന്നും പറ്റില്ല, ഇവരത് പൂട്ടിയിട്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളവിടെ വഴിപാടൊക്കെ കഴിക്കാനായിട്ട് ചെന്നു. അവിടെ എനിക്കൊന്ന് ആദ്യം നമ്മൾ എഴുതിച്ചിട്ട് പിന്നെ രസീത് എടുത്തിട്ട് അമ്പലത്തിൻ്റെ അകത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് വേണം കൊടുക്കണം. അത് കഴിഞ്ഞ് നേരിച്ചിട്ട് അവർ പുറത്ത് തരും. അപ്പോൾ നമ്മൾ നമ്മുടെ ചീട്ടുമായിട്ട് പോയിട്ട് അത് വാങ്ങിക്കണം. ഞങ്ങൾ വെണ്ണക്കുടവും തൃക്കൈവെണ്ണയും കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും സന്ധ്യയും കൂടി ജസ്റ്റ് പുറത്തൊന്ന് നടക്കാനൊക്കെ ആയിട്ട് ഇറങ്ങി. വിൻകുണ്ണും കൊച്ചും അമലും പാൽപ്പായസത്തിൻ്റെ ക്യൂ നിന്നു. കാരണം എനിക്കൊന്ന് ആദ്യത്തെ ക്യൂ ഓൾറെഡി അവർ കഴിഞ്ഞു. ഇത്ര പേർക്ക് ടോക്കൺ കൊടുക്കുകയുള്ളൂ. പിന്നെ ആ ടോക്കൺ കഴിഞ്ഞ് അവർക്ക് പായസം കൊടുത്തതിന് ശേഷം ബാക്കി ഉണ്ടെങ്കിലാണ് നെക്സ്റ്റ് ടോക്കൺ അവർ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആ ക്യൂ നിൽക്കുമായിരുന്നു. എനിക്കൊന്ന് ഏകദേശം 2 മണി എന്തോ ആയി ഞങ്ങൾക്ക് പായസം കിട്ടിയപ്പോൾ. പക്ഷേ ഭയങ്കര സ്വാദായിരുന്നു കേട്ടോ. വീട്ടിൽ വന്നത് കഴിച്ച് കഴിഞ്ഞപ്പോൾ പറയാലോ, ഭയങ്കര സ്വാദാണ്. പക്ഷെ എനിക്ക് പായസത്തിൽ ഇഷ്ടപ്പെട്ടത് ഇപ്പം ഞാൻ കാണിച്ച വഴിപാടില്ലേ, തൃക്കൈവെണ്ണയും അവലും പഴവും, അയ്യോ അത് മിക്സ് ചെയ്ത് കഴിക്കണം. എൻ്റെ അമ്മോ, അത്ര സ്വാദാണ് അതിന്. അത്ര സ്വാദം എന്ന് പറഞ്ഞാൽ അത്ര സ്വാദം. ഞാൻ പകുതി അമ്പലത്തിൽ വെച്ച് ഓൾറെഡി കഴിച്ചു. പിന്നെ ബാക്കി ഇവിടെ വന്നിട്ട് അമ്മയ്ക്ക് കൊടുത്തു. എന്നിട്ട് അതിൽ നിന്നും ഞാൻ കഴിച്ചു. കാരണം അത്ര സ്വാദായിരുന്നു. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങി കുറേ കടകളുണ്ടായിരുന്നു. പിന്നെ അവിടെ ചേട്ടൻ തത്തേനെ കൊണ്ട് ചീട്ടടി അതൊക്കെ കണ്ടേക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഒത്തിരി കടകളുണ്ടായിരുന്നു, നമ്മൾ ഗുരുവായൂരമ്പലത്തിലൊക്കെ കാണുന്ന പോലെ. പിന്നെ ഞങ്ങൾ അതിന് വീണ്ടും എലിമയൊക്കെ കടന്ന് പിന്നെ അവരെ ഒന്ന് പുറത്തൊക്കെ പോയി. പിന്നെ പൊന്നിനെ കൊണ്ട് മഞ്ചാടിയൊക്കെ വാരിച്ചു. അങ്ങനെ കുറച്ച് നേരം വീണ്ടും അവിടെ സ്പെൻഡ് ചെയ്ത് 2 മണിയൊക്കെ ആയി നമുക്ക് പായസം കിട്ടി. നമ്മൾ പിന്നെ തിരിച്ചു വന്നു. ഇത് മിഴാവ്. കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി പറഞ്ഞത്, ഇതാണ് മിഴാവ് കേട്ടോ. അങ്ങനെ പായസമൊക്കെ കിട്ടി. പിന്നെ നമ്മൾ 2 മണി കഴിഞ്ഞപ്പോൾ എന്തോ അമ്പലത്തിൽ നിന്ന് പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.